بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى ما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയ സഹോദരങ്ങളെ, ഹബീബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനവും അത് അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന മൗലിദ് പാരായണങ്ങളും അതിനെക്കുറിച്ച് ചെറിയ ചില കാര്യങ്ങളും ഇനിയാണ് നാം സംസാരിക്കുകയുണ്ടായി. കൂട്ടത്തിൽ ആ വിഷയത്തിലേക്ക് ഇനി കടക്കുന്നില്ല, നമ്മൾ വിഷയം പെട്ടെന്ന് തീർക്കേണ്ടതുകൊണ്ട്. എന്നാലും എത്ര പ്രാവശ്യം മറുപടി പറഞ്ഞാലും അതിലേക്ക് ശ്രദ്ധിക്കാതെ പണ്ടത്തെ പല്ലവി തന്നെ ആവർത്തിച്ച് പറയുന്ന ചില വാശിക്കാര്, റബീഉൽ അവ്വൽ 12 ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് കൊണ്ടാണ് മുസ്ലിം ലോകം സന്തോഷിക്കുന്നത് എന്ന് പറയുന്നല്ലോ. എന്നാൽ അതേ റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച തന്നെയല്ലേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞതും? മുസ്ലിം ലോകത്തിന് അള്ളാഹു നൽകിയ, പ്രപഞ്ചത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമെങ്കിൽ ലോകത്തിന് ഏറ്റവും വലിയ ദുഃഖകരമായ അനുഭവമല്ലേ ഹബീബിന്റെ വേർപാട്? ഒരുപക്ഷെ സന്തോഷിക്കും പോലെ തന്നെ അന്ന് ദുഃഖപ്രകടനവും നടത്തണ്ടേ? അതല്ലെങ്കിൽ ദുഃഖവും വേണ്ട, സന്തോഷവും വേണ്ട, അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചില ആളുകൾ വെറുതെ സാധാരണക്കാരെ സംശയത്തിലാക്കാൻ വേണ്ടി ചോദ്യം പറയാറുണ്ട്. അവരോട് ഒറ്റ കാര്യമേ പറയൂ, മുസ്ലിങ്ങൾക്ക് ഇസ്ലാം അല്ലാഹു തആല ഖുർആനിലൂടെ കൽപ്പിച്ചതാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലൂടെ പഠിപ്പിച്ചതാണല്ലോ ദീന്. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് ഇൻ ശക്കർതും ലഅസീദന്നക്കും, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിന് നിങ്ങൾ നന്ദി ചെയ്യുന്തോറും ആ നിഅമത്ത് ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പൊ ഹബീബിന്റെ ആഗമനം കൊണ്ട് ലോകത്തിന് വന്ന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പറഞ്ഞ മഹത്തായ റഹ്മത്ത്, അത് സന്തോഷിക്കുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ നിഅമത്ത് വർദ്ധിക്കാൻ അത് കാരണമാകും എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ജന്മത്തിൽ സന്തോഷിക്കുകയും അള്ളാഹുവിന്റെ നിഅമത്തിന് ശുക്ർ എന്ന നിലക്ക് സൽക്കർമ്മങ്ങളെ കൊണ്ടിട്ട് ആ ദിവസം പ്രത്യേകം മുസ്ലിം ലോകം ആഘോഷിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ദുഃഖം വരുമ്പോഴോ, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം റഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അതും ഖുർആൻ തന്നെ പറയുന്നത്. വല്ല മുസീബത്തും, ആപത്തുകളും, ദുഃഖങ്ങളും, അപകടങ്ങളും സംഭവിച്ചാൽ ഖാലു, അവർ വല്ലാതെ ദുഃഖിതരാവാതെ, അപ്സെറ്റ് ആവാതെ, അവർ മനോധൈര്യത്തോടു കൂടി പറയും ഇന്നാ ലില്ലാഹ്, നാം എല്ലാം അള്ളാഹുവിന്റെ ഉടമയിലുള്ള അടിമകൾ മാത്രമാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും അള്ളാഹുവിന്റെ വിധി കൽപ്പന സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു പോകേണ്ടവരല്ലേ എന്ന് പറഞ്ഞവർ സമാശ്വസിക്കുകയാണ് ചെയ്യുക. ഉലൈക അലൈഹിം സ്വലാത്തു മിർ റബ്ബിഹിം. അങ്ങനെ അല്ലാഹു തആലയുടെ ഭാഗത്ത് നിന്ന് പരീക്ഷണങ്ങൾ, ദുഃഖകരമായ അനുഭവങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയും സ്വയം നിയന്ത്രിതരായി അള്ളാഹുവിന് നന്ദി ചെയ്യുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു മഹത്തായ അനുഗ്രഹം ചെയ്യുമെന്നും അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവുമെന്നും വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്നുമല്ലേ ഖുർആൻ പറയുന്നത്. നേരെ മറിച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ഒരു മനുഷ്യൻ ഈ ലോകത്ത് അവന്റെ ബന്ധത്തിൽപ്പെട്ട അല്ലെങ്കിൽ അവന് വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടാൽ 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖമാചരിക്കുന്നതിനെ കഠിനമായി വിരോധിക്കുകയും, എന്നാൽ ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് 4 മാസവും 10 ദിവസവും യുദ്ധകാലത്ത് ദുഃഖം അനുഷ്ഠിക്കാം. അതൊഴിച്ച് അള്ളാഹുലും റസൂലിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് പരമാവധി 3 ദിവസത്തിലേറെ ദുഃഖമാചരിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു.
അപ്പോ നിഅമത്തുണ്ടാകുമ്പോൾ അതിന് ശുക്ർ ചെയ്യാൻ പറഞ്ഞ ഖുർആൻ, പരീക്ഷണങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനും അള്ളാഹുൽ തവക്കുലാക്കാനും ആജ്ഞാപിക്കുകയും ദുഃഖിച്ചിരിക്കുന്നതിനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കുകയും ചെയ്തു. ഇവിടെ ദുഃഖം ആചരിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഷിയാക്കൾ മാത്രമാണ്. അപ്പോൾ ഇത് പറയുന്നവരോട് നമുക്ക് ചോദിക്കാണ്ട്, നിങ്ങൾ ഷിയാക്കളുടെ മാർഗമാണോ സ്വീകരിച്ചത് എങ്കിലൊക്കെ സന്തോഷത്തിൽ അല്ലാഹു തആലക്ക് ശുക്ർ ചെയ്യുന്നത് പോലെ ദുഃഖകരമായ അനുഭവം ഉണ്ടാകുമ്പോൾ ദുഃഖം ആചരിക്കുകയും ചെയ്യുക എന്നത് മുസ്ലിങ്ങളുടെ അഹ്ലുസുന്നത്തിന്റെ മാർഗമല്ല. അത് ഷിയാക്കളുടെ മാർഗമാണ്. അത് അള്ളാഹും റസൂലും വിരോധിച്ച വഴിയാണ്. അപ്പൊ അത് രണ്ടും ഒന്നല്ല. പിന്നെ വേറൊരു സംശയം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, വേറൊരു സംശയത്തിൽ നോട്ടീസ് അടിച്ചു വരെ കാണാം, നബി ജനിച്ചിട്ടില്ല. ജനിക്കുമ്പോൾ നബിയല്ലല്ലോ. 40 വയസ്സ് കഴിഞ്ഞ് ഹിറാ ഗുഹയിൽ വെച്ച് ലൈലത്തുൽ ഖദറിന്റെ അന്ന് ഖുർആൻ ഇറങ്ങിയതോടല്ലേ നബിയായത്? ഞങ്ങള് റമദാനിൽ 27-ാം അന്ന് അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ അന്നല്ലേ ജന്മദിനം ആഘോഷിക്കേണ്ടത്? അന്നല്ലേ നബിയായത്? എന്താണ് ഇതിനൊക്കെ മറുപടി പറയാം? ഒന്നാമത്തേത്, നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ജനറൽ നോളേജ് എങ്കിലും കുറച്ച് ഉൾക്കൊള്ളുന്നത് നന്ന്. ഇസ്ലാം ഏതായാലും നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ഒരു പൊതുവിജ്ഞാനം ഉണ്ടല്ലോ, അതെങ്കിലും വേണ്ടേ? ഇപ്പൊ നമ്മളവിടെ ഇപ്പോൾ തൊട്ട കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ശിശുദിനം ആഘോഷിച്ചു. എന്താണിത്? മഹാനായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി മഹാനായ നെഹ്റു മഹാനവറുകളുടെ ജന്മദിനം ആണത്. ചാച്ചാജി എന്നാണ് കുട്ടികൾ പരിചയപ്പെടുന്നത്. കുട്ടികളുടെ ഓട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രത്യേക സ്നേഹം മൂപ്പർക്കുണ്ടായ ദിവസമാണോ ശിശുദിനം ആഘോഷിക്കൽ? അതല്ല, നെഹ്റു ജനിച്ച ദിവസമാണോ? ഇനി ഇന്ത്യയിൽ അറിയപ്പെട്ട വലിയൊരു ആഘോഷമാണ് അധ്യാപക ദിനം ആചരിക്കുക. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ജന്മദിനത്തിലാണ് അധ്യാപക ദിനം ആചരിക്കുക. അദ്ദേഹം അധ്യാപകനായ ദിവസമാണോ? എന്താ ഇവരോട് എന്തും വർത്താനം പറയാം? ലോകത്ത് എന്തെങ്കിലും ഒരു ജനറൽ നോളേജ് എന്തെങ്കിലും വേണ്ടേ? പഠിച്ചതോ അല്ല, എന്നാ പൊതുവിദ്യാഭ്യാസം എന്തെങ്കിലും ലോക പരിചയം എന്തെങ്കിലും വേണ്ടേ? നബി ആയിട്ട് ജനിച്ചിട്ടില്ല അത്രേ. ജനിച്ചത് 40 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പഠിച്ചോ? നബിയായിട്ട് തന്നെ ജനിച്ചത്, ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഇന്നിട്ട് റിവായത്ത് ചെയ്യുന്ന, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. ഖാല, തിരുനബി തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല കതബ മഖാദീറൽ ഖൽഖി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദി 50000 സന വകാന അർശുഹു അലൽ മാ. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് 50,000 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാന്ത്യം വരെയുള്ള സകല കാര്യങ്ങളുടെയും തഖ്ദീർ, പ്ലാൻ തയ്യാർ ചെയ്തിരിക്കുന്നു. അക്കാലത്ത് ഭൂമിയില്ല, ആകാശമില്ല. അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം അള്ളാഹിന്റെ അർശുമല്ലാതെ മറ്റൊരു സൃഷ്ടിയും സൃഷ്ടിക്കപ്പെടുന്നതിന്റെ മുമ്പ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി. ഇത്രയും ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി തന്റെ ലഖായിഫിൽ ആ ഹദീസിന്റെ കൂട്ടത്തിൽ സിയാദത്ത് പറയും, വമിൻ ജുംലത്തി മാ കുതിബ ഫി ദിക്രി വഹുവ ഉമ്മുൽ കിതാബ് ഇന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയ്യീൻ. അന്ന് ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് ഈ ലോകത്തിന് പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അല്ലാഹു തന്റെ തഖ്ദീറുകൾ രേഖപ്പെടുത്തിയപ്പോൾ അക്കൂട്ടത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിമുൻ നബിയ്യീനാണ് എന്ന കാര്യവും അന്നേ തന്നെ നേരത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആലയുടെ അറിവിലുണ്ട് എന്നല്ല, അറിവിലെല്ലാം ഉണ്ട്, ഒന്നും ഒഴിവില്ല. എന്നാൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാതിമുൻ നബിയ്യീനാണ് എന്ന കാര്യം അന്ന് തന്നെ എഴുതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതൊരു ഹദീസ് കൂടി, ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു തആല അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നി ഇൻദല്ലാഹി ഫീ ഉമ്മിൽ കിതാബി ലഖാതിമുൻ നബിയ്യീൻ. ഞാൻ ഖാതിമുൻ നബിയ്യീൻ എന്ന പേരിൽ ലൗഹുൽ മഹ്ഫൂദാവുന്ന ഉമ്മുൽ കിതാബിൽ നേരത്തെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അന്ന് ആദം നബി അലൈഹി സ്വലാമിന്റെ സൃഷ്ടിപ്പ് പൂർത്തിയായിട്ടില്ല.
ലമുൻജദിലും ഫീ തീനതിഹി. ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, ആദം നബി അലൈഹിസ്സലാമിൽ റൂഹ് ഊതപ്പെടുന്നതിന് മുമ്പ് ഞാൻ നബിയാണെന്ന് മാത്രമല്ല ഖാതിമുൻ നബിയീൻ എന്ന പേരിൽ തന്നെ അക്കാലത്ത് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇമാം അഹ്മദും ഇമാം ഹാക്കിമും റിവായത്ത് ചെയ്യുകയും ഇമാം ഹാക്കിം സഹീഹാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഈ ഹദീസിന്റെ അർത്ഥം ഇമാം ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഇമാം തീബി പറയാം. ഇന്നൽ മാന കുന്തു ഖാതിമുൽ അംബിയായി ഫിൽ ഹാൽ. ആദമ മത്റൂഹൻ അലൽ അർദ്. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യനായിട്ടില്ല. അദ്ദേഹം ഭൂമിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയായിട്ട് തന്നെ കിടക്കുന്നു, മണ്ണെടുത്ത് സൃഷ്ടിച്ചിട്ടില്ല. അക്കാലത്ത് തന്നെ യഥാർത്ഥത്തിൽ നബിയായിരിക്കുന്നു ഞാൻ. അല്ലാഹു തആല തഖ്ദീർ എന്നല്ല അത് പറഞ്ഞു പറയും. ഹാസിലും ഫി അസ്നാഇ തഖല്ലുഖിഹി ലമ്മാ യഫറ മിൻ തസ്വീരിഹി വഇജ്റാഇ റൂഹി. ആദം നബി അലൈഹി സ്വലാമിന് റൂഹ് ഊതുകയോ അവരുടെ രൂപം സൃഷ്ടിക്കുകയോ ചെയ്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഖാതിമുൻ നബിയീനായിട്ട് ലോകത്ത് മുഴുവനും അറിയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശ് മുതൽക്ക് സ്വർഗം മുതൽ സ്വർഗത്തിലുള്ള ഇലകൾ തൊട്ട് സ്വർഗത്തിന്റെ ഓരോ കവാടങ്ങൾ തുടങ്ങി ഹൂറുല്ലീങ്ങളിൽ ഉൾപ്പെടെ അല്ലാഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അക്കാലത്ത് തന്നെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അങ്ങനെ ഖളാ ചെയ്തു എന്നല്ല, ഖളാ എല്ലാം നേരത്തെ തന്നെ. ഇങ്ങനെയുള്ള വിവരമില്ലാത്ത ജാഹിലീങ്ങൾ ലോകത്ത് അവസാനം വരുമെന്നും വിശ്വാസികൾ സംശയം ഉണ്ടാക്കുമെന്നും ഒക്കെ എഴുതപ്പെട്ടത്. അതല്ല വിഷയം. ഇക്കാര്യം അല്ലാഹു തആല രേഖപ്പെടുത്തുകയും വാനലോകത്തത് വിളംബരം ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്ന. അപ്പോ നബി ആണെന്ന് മാത്രമല്ല ആ നുബുവത്ത് കാര്യം ആനലോകത്ത് മുഴുവനും നേരത്തെ തന്നെ അല്ലാഹു തആല വിളംബരം ചെയ്തിരിക്കുന്നു. ഇനി ഹാഫിള് ഇബ്നു റജബ് അൽ ഹംബലി റഹ്മഹുല്ലാഹ് പറയുന്നു, അൽ മഖ്സൂദു മിനൽ ഹദീസ്, ഈ പറഞ്ഞ ഹദീസിന്റെ ഉദ്ദേശം ഇന്ന നുബുവത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാനത്ത് മദ്കൂറത്തൻ മഅറൂഫത്തൻ മിൻ ഖബ്ല യഖ്ലുഖഹു അല്ലാഹു തആല വയഖ്രിജഹു ഇലാ ദാരി ദുനിയ ഹയ്യ. ഈ ലോകത്തേക്ക് ജീവനോടുകൂടി ജനിക്കുന്നതിന് മുമ്പ് എന്നല്ല, ആദം നബി അലൈഹി സ്വലാമിനെ പോലും സൃഷ്ടിക്കുന്നതിന് മുമ്പ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്നല്ല, മദ്കൂറത്തുൻ മഷ്ഹൂറ മഅറൂഫ, ആനലോകത്ത് പ്രസിദ്ധവും അറിയപ്പെട്ടതുമാണ്. അപ്പൊ ജനിച്ചിട്ട് പിന്നെ നബിയായതല്ല, നേരത്തെ തന്നെ നബിയാണ്. ജനിക്കുമ്പോഴല്ല, ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് മഖാദീർ അള്ളാഹുവിന്റെ ഖദറുകളെ രേഖപ്പെടുത്തിയ സമയത്ത് തന്നെ അത് രേഖപ്പെടുത്തുകയും പിന്നീട് അർശ് മുതൽക്ക് വാനലോകത്ത് മുഴുവനും അത് പ്രസിദ്ധപ്പെടുത്തുകയും വിളംബരം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ 40 വയസ്സിൽ എന്താ നടന്നത്? അവമാണല്ലോ സംസാരിക്കുക. 40 വയസ്സിൽ ആ ഡ്യൂട്ടി ഏറ്റെടുക്കുക. ഇത് ഇലക്ഷൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിയുക്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ നിയുക്ത പ്രസിഡന്റ് എന്നേ പറയുള്ളൂ. ഇനി അത് നിയമപ്രകാരം ആരുടെ മുന്നിലാണോ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആ സത്യപ്രതിജ്ഞ ഒക്കെ ചെയ്ത് നിയമപ്രകാരം അധികാരം ഏറ്റെടുക്കുമ്പോഴാണ് ഡ്യൂട്ടി തുടങ്ങുക. എന്നതുപോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ നബിയായി പ്രഖ്യാപിക്കപ്പെടുകയും പരസ്യപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഉത്തരവാദിത്വം അവിടെ നിന്ന് ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് 40 വയസ്സോടു കൂടിയാണ്. ഇനി വേണ്ട നുബുവത്തും അങ്ങനെ തന്നെയാണല്ലോ. ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയ റമദാനിലാണ്. അല്ലല്ല, 40 വയസ്സ് പൂർത്തിയാവുന്ന സമയത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയത് എന്ന് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ആർക്കും തർക്കാവിഷയത്തിലില്ല. എന്നാൽ എപ്പോഴാണ് 40 വയസ്സ് പൂർത്തിയാകുക? അവമാണല്ലോ ഇരിക്കുക. ചരിത്രത്തിൽ പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം റബീഉൽ അവ്വൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. എന്നാൽ സ്വാഭാവികമായിട്ടും റബീഉൽ അവ്വൽ 12-ന് തന്നെയാണ് അവിടത്തേക്ക് 40 വയസ്സ് തികയാന്ന് ഉറപ്പല്ലേ? അന്ന് തന്നെ നുബുവത്ത് കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിളുദ്ദുന്യ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തൻ്റെ ബുഖാരിയുടെ ലോകപ്രസിദ്ധ വ്യാഖ്യാന ഗ്രന്ഥമാവുന്ന ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് തുടങ്ങിയത് റബീഉൽ അവ്വലിലാണ്.
ആദ്യത്തെ വഹി ഖുർആനല്ല, മറിച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് 6 മാസക്കാലം സ്വപ്നത്തിലൂടെ വഹി നൽകപ്പെടുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. വഹി എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള വിഷയമല്ല. അള്ളാഹുവിന്റെ മലായിക്കത്തിന്റെ നേതാവായ ജിബ്രീൽ അലൈഹി സ്വലാമിൽ നിന്നും മനുഷ്യൻ അത് ഏറ്റെടുക്കുകയാണ്. ഒരു വർഗത്തിൽ നിന്നിട്ട് മറ്റൊരു വർഗം സന്ദേശം ഏറ്റെടുക്കണമെങ്കിൽ ഇത്ര പ്രയാസമുണ്ട്, നമ്മളാ വിചാരിച്ചേക്കല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മരങ്കോച്ചുന്ന കൊടുന്തണുപ്പിൽ വഹി ഇറങ്ങിയാൽ മഹാദിയായിരിക്കുന്ന ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കാണാം, ശരീരത്തിൽ നിന്ന് മുത്തുമണികളെ പോലെ വിയർപ്പ് പൊടിയുകയും ദേഹത്താകെ വിയർത്തൊലിക്കുകയും ചെയ്യുമായിരുന്നു. ഖുർആൻ തന്നെ പറയുന്നു, സാധാരണക്കാരന് താങ്ങാവുന്നതല്ല, അതിഭയാനകമായ ഭാരമുള്ള വിശുദ്ധ ഖുർആനാവുന്ന ഖൗൽ നാം താങ്കൾക്ക് അവതരിപ്പിച്ചു തരുന്നു. അതിന്റെ ബാഹ്യ അനുഭവം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു വാഹനം പുറത്തിരിക്കുമ്പോൾ വഹി ഇറങ്ങിയാൽ ആ വാഹനം അപ്പോൾ തന്നെ പണിയായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അവ്വാഹ് എന്ന് പറയുന്ന ഒരൊറ്റ ഒട്ടകം മാത്രമാണ് അതിൽ നിന്ന് ഒഴിവുണ്ടായിരുന്നത്. അതിന്റെ പുറത്തിരിക്കുമ്പോൾ പലപ്പോഴും വഹി ഇറങ്ങും. എന്നാൽ വഹി ഇറങ്ങുന്ന സമയത്ത് ഭാരം കൊണ്ട് താങ്ങാൻ വയ്യാതെ ആ ഒട്ടകത്തിന്റെ നടുവളഞ്ഞിട്ട് അതിന്റെ വയറ് നിലത്തുമുട്ടുമായിരുന്നു എന്ന് സഹാബാക്കൾ ഉദ്ധരിക്കുന്നു. എത്രയപ്പം അതിന്റെ ഭാരം! അത് മറ്റൊരു വർഗത്തിൽ നിന്നിട്ട് ഒരു വർഗം ഏറ്റെടുക്കുന്ന വഹിയ, അത് ഒറ്റയടിക്ക് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ 6 മാസക്കാലം പരിശീലനക്കളരിയായിട്ട് സ്വപ്നത്തിലൂടെയായിരുന്നു. അത് ഇമാം ബുഖാരി തന്നെ റിവായത്ത് ചെയ്യുന്നുണ്ട്. കൈഫ കാന ബദൂൽ വഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് തുടങ്ങുന്ന ബുഖാരിയുടെ ബാബിൽ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്. കാര്യം 6 മാസം വരെ സ്വപ്നമായിരുന്നു. രാത്രി സ്വപ്നം കണ്ടാൽ സൂര്യോദയം പോലെ അത് സത്യമായി പുലരുമായിരുന്നു. അങ്ങനെയാണ് അത് വർദ്ധിച്ചു വന്നപ്പോൾ ജനങ്ങളുമായുള്ള സഹവാസം വെറുക്കുകയും ഹിറാ പർവ്വതത്തിന്റെ മുകളിൽ പോയി അള്ളാഹുവിന്റെ അജായിബ് മഖ്ലൂഖാത്തിനെ സംബന്ധിച്ച് ഫിക്റിലായി ഇരിക്കുകയും ചെയ്യുന്ന മധ്യേ റമദാനിൽ ലൈലത്തുൽ ഖദറിന്റെ രാവ് ഇഖ്റ ഇറങ്ങി. അപ്പൊ ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയത് റമദാനിലാണ്. അത് സത്യമാണ്, ഖുർആൻ തന്നെ പറഞ്ഞതാ, ലൈലത്തുൽ ഖദർ. പക്ഷെ ഖുർആൻ അല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ആദ്യത്തെ വഹി. 6 മാസക്കാലം സ്വപ്നം മുഖേനയാണ്. തന്നെയല്ല, മുഅ്മിന്റെ സ്വപ്നം നുബുവത്തിന്റെ 46-ൽ ഒരു ഭാഗമാണ് എന്ന് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിലുണ്ട്. ആ ഹദീസിനെ മഹാന്മാർ വ്യാഖ്യാനിച്ചത് 23 വർഷക്കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങിയത്. അതിൽ 6 മാസം സ്വപ്നമായിരുന്നു, സത്യസന്ധമായ സ്വപ്നം. അപ്പോ 46-ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ 23 കൊല്ലത്തിനെ 2ആയി പൗത്താൽ 46 ആവും. അതിൽ ഒരു ഭാഗം 6 മാസക്കാലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്ന മുഖേന വഹി ഉണ്ടായിരുന്നു. റബീഉൽ അവ്വലിൽ തന്നെയാണ് നുബുവത്തും കിട്ടിയത്. അപ്പോ ആ നിലക്കും നമുക്ക് ആഘോഷത്തെ എൻ്റെ വകുപ്പില്ല, പണ്ഡിതന്മാർ പറയുന്നതാണ് സത്യവും. പിന്നീട് ഹിജ്റ ചെന്നതും അങ്ങനെ തന്നെയാണല്ലോ. ഇഹലോകവാസം വെടിഞ്ഞ് റഫീഖുൽ അലയിലേക്ക് നീങ്ങിയതും അങ്ങനെ. അതിന് നമ്മൾ സങ്കടപ്പെടേണ്ടതുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്ന ഹദീസ് കാണാം. ഇമാം ബസ്സാർ റിവായത്ത് ചെയ്യുന്ന പ്രസിദ്ധമായ സഹിഹായ ഹദീസിൽ, ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും, ഞാൻ ഈ ലോകത്ത് ജനിക്കുന്നതും ജീവിക്കുന്നതും നിങ്ങൾക്കിടയിൽ ജീവിക്കുന്നതും ഖൈറായതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഇഹലോകവാസം വെടിഞ്ഞാലും അത് നിങ്ങൾക്ക് ഖൈറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എങ്ങനെ ഖൈറാണെന്ന് സഹാബത്ത് ചോദിച്ചു. തങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നിൽക്കുന്നത് ഖൈറാണെന്ന് പറയേണ്ട ആവശ്യമില്ല, എന്ത് സംശയവും നേരിട്ട് ചോദിക്കാം, എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം തേടാം, പക്ഷെ അങ്ങ് ഇവിടെ നിന്ന് പോയാൽ അങ്ങനെ ഖൈറാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ വെച്ച് ചെയ്യുന്ന നന്മയും തിന്മയുമായി ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതൊക്കെ എൻ്റെ മുന്നിൽ കാണിക്കപ്പെടും. ഇപ്പോൾ വലിയൊരു സൂപ്പർ മാർക്കറ്റ്, ആ സൂപ്പർ മാർക്കറ്റിന്റെ എല്ലാ മുക്കുമൂലയും CCTVന്റെ പ്രോജക്ടർ വെക്കുന്ന ആ റൂമിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആ കമ്പ്യൂട്ടറുള്ള റൂമിൽ ഇരുന്നാൽ ആ ഇരിക്കുന്ന ആൾക്ക് എല്ലാ മൂലയിലും നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരേ സമയത്ത് കണ്ടുകൊണ്ടിരിക്കാം എന്നതുപോലെ ഈ ലോകം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു ക്യാമറക്ക് മുന്നിൽ എന്നതുപോലെ തുഅറദു അലയ്യ അമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എൻ്റെ മുന്നിൽ വെളിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഫൈൻ കാനത്ത് സ്വാലിഹത്തൻ, നല്ല അമലാണ് നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടതെങ്കിൽ, ഹമിദുല്ലാഹ്, അൽഹംദുലില്ലാഹ്, എൻ്റെ ഉമ്മത്തുകൾ നല്ലത് ചെയ്യുന്നു. വസ്തസ്തുലക്കും, അല്ലാഹുവേ ഇനിയും നന്മ വർദ്ധിപ്പിക്കാൻ നീ ഭാഗ്യം നൽകണമേ എന്ന് ഞാൻ ദുആ ചെയ്യും. വൈൻ കാനത്ത് ഗൈറ ദാലിക, നിങ്ങൾ ചെയ്യുന്നത് മോശപ്പെട്ട കാര്യമായി കണ്ടാലോ, ഇസ്തഗ്ഫർതുല്ലാഹ് ലക്കും,
നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ ചോദിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ മരണപ്പെട്ടു പോയാലും നിങ്ങളെ വിട്ടു പോകുകയല്ല, നിങ്ങളെ ഞാൻ 24 മണിക്കൂറും മശ്രിഖ് മഗ്രിബിലുള്ള മുഴുവൻ മുഅ്മിനെയും ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പ്രത്യേകം അടിവരായിട്ട് മനസ്സിലാക്കണം, ഈ നിരീക്ഷണം മുഅ്മിനീങ്ങൾക്ക് മാത്രമേ കണക്ഷൻ ഉള്ളൂ. അവിടെ വിഷയം. കുറെ കാലം മുഅ്മിനായ ഒരു മനുഷ്യൻ ഇസ്ലാമെന്ന് പുറത്തുപോയി മുർത്തത്തായി, ആ കണക്ഷൻ വിട്ടു, പിന്നെ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല, അവന്റെ വിഷയങ്ങൾ അറിയുന്നില്ല. ഇതെന്താണെന്ന് വെച്ചാൽ കുറെ പഠിച്ച ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുസ്ലിങ്ങളായി സഹാബികൾ എന്ന് പറഞ്ഞു നടന്നതിനെ കുറച്ചാളുകൾ പിന്നീട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞപ്പോൾ മുർത്തത്തായി പോയി. അങ്ങനെയാണല്ലോ ഹുറൂബ് റിദ്ദത്ത് ഉണ്ടാകുന്നത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് കഴിഞ്ഞ കൊല്ലം റമളാനിൽ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം നടന്നത് മുർത്തത്തുകളോടുണ്ടായിരുന്ന യുദ്ധമാണ്. അതിലൊരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. അങ്ങനെ കാഫറായി മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ടല്ലോ മുർത്തത്തുകൾ. നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ അടുത്തേക്ക് ചെല്ലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. പറയുമ്പോൾ അവരടുത്ത് ചെല്ലുമ്പം ബഹുമാനപ്പെട്ട മലായിക്കത്ത് ആട്ടിപ്പായിക്കും, വടിയെടുത്ത് അടിച്ച് ഓടിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഉസൈഹാബി ഉസൈഹാബി, എൻ്റെ സ്വച്ഛ സഹാബാക്കളാണ്, അവരെ നിങ്ങൾ ആട്ടി അടച്ചല്ലേ, ഒരു വരട്ടെ എന്ന് പറയുമ്പോൾ അവിടുന്ന് മലായിക്കൾ പറയും, ലാ തദ്രി മാ അഹ്ദസു ബഅദക. ഒക്കെ പഠിച്ചോൽക്കേ സംശയം ഉണ്ടാവുള്ളൂ. ലാ തദ്രി മാ അഹ്ദസു ബഅദക, തങ്ങൾ ഇഹലോകവാസം വെടിഞ്ഞു പോകുന്നതിന് ശേഷം അവരുണ്ടാക്കിയ ചില പുതിയ നടപടികൾ നിങ്ങൾക്കറിയില്ലല്ലോ. ഇപ്പൊ ഇവിടെ നല്ലതും ചീത്തയും ചെയ്താൽ കാണും എന്ന് ഈ ഹദീസ് പറയാ. ഇപ്പുറത്ത് എന്ത് പറയാ, അവർ നിങ്ങൾ പോകുന്നതിന് ശേഷം ചെയ്താൽ അറിയില്ലല്ലോ, മുർത്തതായ പോലെ പറ്റി. അതാ ഞാൻ പറഞ്ഞത്, മൂമിനായി നിൽക്കുന്ന സ്വാലിഹും ഫാസിഖുമായ ആളുകൾ ചെയ്യുന്ന നന്മയും തിന്മയും നിബിധങ്ങളുടെ മേൽ വെളിവാക്കപ്പെടും. പക്ഷേ ആ കണക്ഷൻ, ഈമാന്റെ കണക്ഷൻ നിലക്കണം. മുർത്തത്തായി പോയ കണക്ഷൻ കട്ടായി. മുർത്തത്ത് കാരണം സാക്ഷാൽ കാഫറും മുർത്തത്തും ഉമ്മത്തുനിന്ന് പുറത്തുപോയി. ഉമ്മത്തിന്റെ പുറത്തുള്ളവർ ചെയ്യുന്നത് നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹൈമിൻ എന്നൊരു പേരുണ്ട് നബി തങ്ങൾക്ക്. ഉമ്മത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആള് എന്നാണ് മുഹൈമിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഉമ്മത്തിൽ നിലനിൽക്കുന്ന, അത് നല്ലവനാവട്ടെ പാവം ദോഷിയാവട്ടെ, മോമിനാണോ അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഹൈമിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അവർ നല്ലത് ചെയ്യുന്നത് കണ്ടാൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും കൂടുതൽ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ, തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ, മാപ്പാക്കണേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ, അള്ളാഹു തആല നേരത്തെ നബി തങ്ങളോട് കൽപ്പിച്ചതാ, ഫലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അങ്ങ് അവിടുത്തെ മുഅ്മിനുകളായ ആണ് പെണ്ണുങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കണം നബിയെ എന്ന് അള്ളാഹു തആല കൽപ്പിച്ചതാ. ഈ ഇസ്തിഗ്ഫാർ മുഅ്മിനുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ കണക്ഷൻ കട്ടാകുന്നില്ല. അവർ ചെയ്യുന്നത് നല്ലതും ചീത്തയും അവിടെ വെച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നല്ല സ്വാലിഹീങ്ങൾ മരിക്കുന്നത് ദുഃഖകരം അല്ല. മൗത്തുൽ മുഅ്മിനി തുഹ്ഫത്തുൻ, ഒരു മുഅ്മിന് ലഭിക്കുന്ന മരണം എന്നത് അല്ലാഹു തആല കൊടുക്കുന്ന ഏറ്റവും കൗതുകകരമായ സമ്മാനമാണ്. തുഹ്ഫ എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മളെ മക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക എന്തെങ്കിലും കൗതുക വസ്തുക്കൾ സമ്മാനമായിട്ട് കൊണ്ടുവരും. അതിനാണ് ഈ തുഹ്ഫ എന്ന് പറയുന്നത്. എന്നതുപോലെ മുഅ്മിന് അള്ളാഹു നൽകുന്ന കൗതുകകരമായ സമ്മാനമാണ് മരണം എന്നത്. കാരണം എല്ലാ മശക്കത്തും തീർന്നില്ലേ, ഒരു യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ച് എല്ലാ മശക്കത്തും തീർന്ന് സന്തോഷമാണ്. പ്രശ്നങ്ങളൊക്കെ തീർന്ന് ആകെ ഖബർ കൊണ്ടുവച്ചാൽ 3 ചോദ്യം അത്തരക്കാരോട് ചോദിക്കുന്നുള്ളൂ. മൻ റബ്ബുക, അതിന് ശരിയായ ഉത്തരം റബ്ബി അല്ലാഹ്. വമൻ നബിയുക, മറ്റൊരു വായത്തിൽ കാണാ വമൻ യകൂനു ഹാദർ റജുലു ഫീക്കും, നബി തങ്ങളെ നേരിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കും, ഈ മഹാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ, ഇവരെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? ഹാദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർസലഹു ഇലൈന, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് റസൂലായി അല്ലാഹു അയച്ച അല്ലാഹുവിന്റെ റസൂലാണ്. വമാ ദീനുക, ദീനി അൽ ഇസ്ലാം. ഖലാസ്. 3 ചോദ്യം. മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങൾക്ക് ആകെ 3 ചോദ്യം. ഈ 3 ഉത്തരം ചെയ്താൽ ഒരു അശരീരി ശബ്ദം കേൾക്കും, അൻ സദഖ അബ്ദി, എന്റെ സത്യസന്ധനായ അടിമയാണവൻ, അവൻ പറഞ്ഞത് തികച്ചും സത്യമാണ്, അതുകൊണ്ട് ഇനി ചോദിക്കണ്ട. ഫാഫ്രിശു ലഹു ഫറാശൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നിട്ടുള്ള ഒരു വിരിപ്പിരിച്ചു കൊടുക്കി. ഉഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഒരു കവാടം തുറന്നു കൊടുക്കൂ. അങ്ങനെ
നല്ല വിരിപ്പ് വിരിച്ചു കൊടുത്ത് സ്വർഗത്തിൽ നിന്നിട്ട് കവാടം തുറന്നു കൊടുത്ത് സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളും നല്ല തെന്നളം കാറ്റുകളും ലഭിച്ചുകൊണ്ടിരിക്കുമ്പോ മലക്ക് മൂന്നാമത് പറയുന്ന നാലാമത്തെ പറച്ചിലെന്താ? നം കനൗമത്തിൽ അറൂസ്. മണവാളൻ ആദ്യ രാത്രിയിൽ മണവാട്ടിയോടൊന്നിച്ച് സന്തോഷത്തിൽ ശയിക്കുന്നത് പോലെ നീ ശയിച്ചു കൊള്ളുക എന്ന്. അതുകൊണ്ടാണ് വടക്കൻ മലബാറിൽ ചെന്നാൽ മൗലിയാക്കന്മാരുടെ ആണ്ട് നേർച്ചക്ക് അറൂസ് അറൂസ് എന്നാ പറയാ. കാരണം എന്താ? ഈ 3 ചോദ്യം ചോദിച്ചാൽ നം കനൗമത്തിൽ അറൂസ് എന്ന് മലക്കുകൾ പ്രഖ്യാപിക്കാം. ഇനി നീ മണവാളനായി, മണവാളൻ മണവാട്ടിയോടൊന്നിച്ച് ആദ്യ രാത്രി പങ്കിടുന്നത് പോലെ സന്തോഷത്തിൽ നീ വിശ്രമിച്ചു കൊള്ളുക. ഇവിടെ മറ്റേ സാധുക്കൾ പറയാം പിന്നൊന്നും അറിയില്ല, ഉറങ്ങാണെന്ന്. മണവാട്ടിന്റെ കൂടെ ആദ്യ രാത്രി ചെന്ന ആട് റൂം കിടന്ന് വളർത്തി വെച്ച് കിടന്നുറങ്ങല. ജാതിക്കാർക്ക് പെണ്ണടിച്ചു കൊടുക്കുമ്പോൾ ബേജാറാണല്ലോ. ഞാൻ വൈക്ക് കിടക്കുന്നില്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട്. അല്ല, ആജാതിക്കാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല കുട്ടികളെ. കാരണം എന്താ വെച്ചാൽ ഇവരെന്താ മനസ്സിലാക്കിയത്? നം കനൗമത്തിൽ അറൂസ് എന്ന് പറഞ്ഞാൽ കയറി റൂമിൽ കയറുക, ആണെങ്കിൽ ഒരു ഗ്ലാസ് പാല് വാങ്ങി കുടിക്കുക, ഒറ്റ ഉറക്കം. പിന്നെ രാവിലെ വെളിച്ചം വെച്ചിട്ട് പുതിയണ്ണ് വന്ന് വിളിക്കുമ്പോഴാണ് എഴുന്നേൽക്കുക. അങ്ങനെയില്ല. എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറി പ്രിയപ്പെട്ടവരോടൊന്നിച്ച് സന്തോഷത്തിൽ ശയിക്കുകയാണ് എന്നതുപോലെ. അതുകൊണ്ട് മരണം എന്ന് പറയുന്നത് മുഅ്മിനെ സംബന്ധിച്ച് തുഹഫത്താണ്, സങ്കടപ്പെടേണ്ടതല്ല. എങ്കിലും മനുഷ്യനല്ലേ, പ്രകൃതിപരമായ വേർപാടുണ്ടാവും, ഒരു ഷോക്ക് ഉണ്ടാവും. പരമാവധി 3 ദിവസം വരെ ആവട്ടെ, പിന്നെ വേണ്ട ആട്ടെ. ആ വിഷയം കഴിഞ്ഞ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കിയുണ്ട്. റമളാൻ മുഴുവനും ബാക്കി 10 ദിവസം 40 ദിവസം പറഞ്ഞാലും എവിടെയും എത്തും തോന്നില്ല. ഇതിനിപ്പോൾ എനിക്ക് പലപ്പോഴും സങ്കടം തോന്നും. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളവർക്ക് തിരഞ്ഞെടുത്ത് ചിലതേ പറയണുള്ളൂ. കാരണം ഇതൊക്കെ പാടെ പറയുകയാണെങ്കിൽ ഒരു 5 കൊല്ലം ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം വെച്ച് ഇങ്ങനെ പറയണം. എന്നാൽ ഏകദേശം ഇങ്ങനെ കുറേയൊക്കെയാണ് പറഞ്ഞൊപ്പിക്കുക. ഇപ്പം നമുക്ക് ഇനി കഴിയില്ലല്ലോ. മേലേ തല പോയാൽ ഉള്ള ഒഴിവ് പോലെ നമ്മൾ കുറച്ചൊന്ന് പറഞ്ഞു തീർക്കണം എന്ന ആഗ്രഹമുണ്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആട്ടെ, ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് ആമുഖം പറഞ്ഞാൽ ഇതിട്ട് അതിന് വിഷയത്തിൽ കൂട്ടണ്ട ഞങ്ങൾ. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചു, ആദ്യത്തെ 15 ദിവസം കഴിഞ്ഞപ്പോൾ മഹദിയായിരിക്കുന്ന ഹലീമ സഅദിയ റളിയല്ലാഹു തആല അൻഹ കുഞ്ഞിനെ മുലകുടിക്കാൻ കൊടുക്കാൻ കൊണ്ടുപോയി. ഒരുപാട് അത്ഭുതങ്ങൾ ആ ജീവിതത്തിൽ. വരണ്ട് ഉണങ്ങി പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ട് ആടുകളൊക്കെ ചത്തൊടുങ്ങാനടുത്തായി, ആളുകളൊക്കെ പട്ടീനയിലും പരവറ്റത്തിലുമായിരുന്ന സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനൂ സഅദിൽ എത്തിയതോടുകൂടി അവസ്ഥക്ക് കൃത്യമായ മാറ്റം വന്നു. സുഭിക്ഷമായി ഭക്ഷിക്കാൻ മൃഗങ്ങൾക്കുണ്ടായി. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ക്ഷേമമായി, സന്തോഷമായി, ഐശ്വര്യമായി. 2 കൊല്ലം കഴിഞ്ഞു പോയതേ അറിഞ്ഞില്ല. അത്രയും സന്തോഷത്തിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഉമ്മക്കും വല്ലിപ്പാക്കും കാണാൻ വേണ്ടി മക്കയിൽ കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. ഒരു കൊല്ലത്തിൽ ഒറ്റ പ്രാവശ്യം. അങ്ങനെ 2 കൊല്ലം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയതെന്നറിയില്ല. അപ്പോഴേക്ക് അനിതര സാധാരണമായ വളർച്ചയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മുല കൊടുക്കുന്ന സമയത്ത് തന്നെ അത്ഭുതങ്ങൾ ഹലീമ ബീവി പറയുന്നത് കാണാം. വലത് മുല ആദ്യം കുട്ടിക്ക് കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മാരുണ്ടല്ലോ, ഒരു മുലയിൽ നിന്ന് കുറച്ച് കുടിച്ച് അപ്പുറത്തേക്ക് മാറ്റി വെക്കല്. അങ്ങനെ ഇടത്തെ മുലയിലേക്ക് മാറ്റി വെച്ചാൽ ഒരിക്കലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇടത്തെ മുല കുടിച്ചിട്ടില്ല. ഇടത്തെ മോശമായതുകൊണ്ടല്ല, മറിച്ച് അബ്ദുള്ള എന്ന പേരിൽ ലംറത്ത് എന്നറിയപ്പെടുന്ന ഒരു മകനുണ്ട്. ആ മകന്റെ മുലപ്പാലായത്. ഹാരിസ് എന്ന് പറയുന്ന ഉപ്പക്ക് ഹലീമ ബീവിയിൽ ജനിച്ച കുട്ടിയാണ് അബ്ദുള്ള എന്ന കുട്ടീന്റെ ശരിക്കുള്ള പേര്. പക്ഷേ ലംറത്ത് എന്നാണ് വിളിപ്പേര്. ഈ ലംറത്ത് എന്ന് പറയുന്ന അബ്ദുള്ള എന്ന കുട്ടി, ആ കുട്ടിക്കും കുടിക്കാൻ ഈ ഉമ്മാന്റെ മുലപ്പാൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഇടത്തെ മുല കുട്ടി കുടിക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വലത്തെ മുല കൊടുക്കും. ആദ്യം കുട്ടിക്ക് നബി തങ്ങൾക്കാ കൊടുക്കുക, രണ്ടാമത് ആ കുട്ടിക്ക് കൊടുക്കുക. അപ്പൊ അന്ന് തന്നെ ഔകാന ഇബ്രാഹീമു ഉഅതിയ റുശ്ദഹു തല്ലാഹി ദൽ മൗലൂദു മിൻഹു അർഷദു എന്ന് നമ്മൾ മൗലിദ് മൗലിദ് സ്വന്തം മൗലിദുകാരൻ പറഞ്ഞതല്ല. അത് പഴയ കാലത്തെ ഹദീസിന്റെ പണ്ഡിതന്മാർ ചൊല്ലിയ കവിത മൗലിദിലേക്ക് എടുത്തു വെച്ചതാ. എന്താണത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാമിന് വലഖദ് ആതൈനാ റുശ്ദഹു മിൻ ഖബൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പറയാണ്, കുട്ടിക്കാലത്ത് തന്നെ നേർമാർഗം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൊടുത്തിരുന്നു. എന്താ? തമ്മീസിന്റെ പ്രായം എത്തുന്നതിന് മുമ്പ് അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പോറ്റുന്നത് എന്നും
നമ്മളെയും ഈ ലോകത്തെ ചരാചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ ഒരു തമ്പുരാനുണ്ടെന്നും അവൻ ഏകനാണെന്നുമുള്ള സത്യം കുട്ടിക്കളിയുടെ സമയത്ത് സ്വന്തം കുടുംബത്തോടും അയൽവാസികളോടും സംസാരിക്കുമായിരുന്നു കുട്ടി. അതുകൊണ്ട് തന്നെ അവർ ചോദിക്കാം, അന്തമിനല്ലായിബീൻ, മോനെ എന്തായി പറയുന്നത്? നമ്മളൊന്നും ഇതുവരെ നമ്മളെ വാപ്പപ്പാപ്പന്മാര് ഒരുപാട് ദൈവങ്ങൾക്ക് പൂജിച്ചു പോരുന്നു, നീ കുട്ടിക്കളിയിൽ തമാശ പറയാണോ? അന്തമിനല്ലായിബീൻ, ഇത് പറയുന്നത് ശരിയാണോ അതല്ല കളിയാണോ പറയുന്നത് എന്ന് പറയാൻ കളിപ്രായത്തിലാണ്. അന്നെ തൗഹീദ് മനസ്സിലായിരുന്നെങ്കിൽ അതിലിന്റെ വിഷയത്തിൽ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെറ്റ് വീണത് തന്നെ സുജൂദിലായിട്ടാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു, പെറ്റ് വീണത് തന്നെ സുജൂദിലായിട്ടാ. ഒരു വിരലിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ആ ഇരുത്തം. അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലായിക്കൊണ്ടുമാണ് ജനിച്ചു വീണതെങ്കിൽ സ്വന്തം കൂടപ്പറപ്പാവുന്ന ഈ മുല തരുന്ന ഉമ്മാക്ക് തൻ്റെ കൂടെ തൻ്റെ പ്രായമുള്ള ഒരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിക്ക് കൂടി ഉമ്മയുടെ മുലപ്പാൽ കൊണ്ട് ജീവിക്കണമെന്നുള്ള ആ ഒരു റുഷ്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അന്ന് തന്നെ അല്ലാഹു തആല കൊടുത്തിരുന്നു. അതുകൊണ്ട് ഒരു മുല മറ്റേ കുട്ടി കുടിക്കുമ്പോൾ ഒരു മുല മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചിരുന്നു. 2 വയസ്സ് കഴിഞ്ഞ് സ്വാഭാവികമായും മുലകുടി മാറ്റും. മുലകുടി മാറ്റിയ ഉമ്മമാർക്ക് തിരിച്ചു കൊടുക്കലാണ് പതിവ്. അങ്ങനെ കൊണ്ടുവന്നു. പക്ഷെ കൊണ്ടുവരുമ്പോൾ ഒരിക്കലും അവർക്ക് തിരിച്ചു കൊടുക്കാൻ ആഗ്രഹമില്ല. അങ്ങനെ വന്ന് ഉമ്മയുടെ അരികത്ത് വന്നിട്ട് പറഞ്ഞു, ഉമ്മ മുലകുടി മാറ്റി 2 വയസ്സ് കഴിഞ്ഞു, പക്ഷേ മക്കയിൽ ഇപ്പൊ വ്യാപകമായ പകർച്ചവ്യാധി രോഗം നടക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് കുട്ടിക്ക് വല്ല രോഗം വന്നെങ്കിലോ തന്നെയല്ല ഒന്നുകൂടി നല്ല ശക്തിയും ആരോഗ്യവും വരട്ടെ, നാട്ടിലുള്ള ഈ വബാരോഗങ്ങളൊക്കെ ഒന്ന് മാറട്ടെ, നമ്മൾ ഒന്നുകൂടി കൊണ്ടോട്ടെ. അങ്ങനെ ചോദിച്ച് ആമിന ബീവി മനല്ല മനസ്സോടെ സമ്മതം കൊടുത്ത് തിരിച്ചുകൊണ്ടേ. കാരണം എന്താ, അത്രയും നിഅമത്തുകൾ നബി തങ്ങളുടെ ആ ജീവിതം അവർക്ക് കുടുംബത്തിന് പ്രത്യേകിച്ചും അല്ലാതെ ആ പ്രദേശത്തുകാർക്ക് മൊത്തവും മുബാറക്ക് എന്ന പേരിലായിരുന്നു ബനൂ സഅദ്കാർ ആ കുട്ടിയെ അറിയപ്പെട്ടിരുന്നത്. അല്ലമീൻ എന്ന് പിന്നീട് മക്കത്തറിയപ്പെട്ടതാ. മുല കുടിക്കുന്ന കാലത്ത് തന്നെ മുബാറക്ക് എന്ന പേരിലായിരുന്നു ബനൂ സഅദിൽ നബി തങ്ങൾ അറിയാം. കാരണം എന്താ, വലിയ ബർക്കത്തുകൾ തൊട്ടോടത്തും പോണോടത്തും ഇരിക്കണോടത്തും എല്ലായിടത്തും ബർക്കത്ത്. അതുകൊണ്ട് മുബാറക്ക് എന്ന പേരിൽ അറിയപ്പെട്ടുമായിരുന്നു. അങ്ങനെ തിരിച്ചു കൊണ്ടുപോയി വീണ്ടും 2 വർഷം കൂടി. അങ്ങനെ 4 വയസ്സാവുന്ന സമയമായപ്പോഴേക്ക് സാധാരണ കുട്ടികളുടെ ഒരു 7 വയസ്സായ കുട്ടിയുടെ വളർച്ചയും വിവേകവും കാര്യബോധവും ഒക്കെ എത്തി. അങ്ങനെ കുട്ടിയെ കൂട്ടി സ്വന്തം പെങ്ങള് ഷെയ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന അനിമ ബീവിന്റെ ഒരു മോളുണ്ട്. നബി തങ്ങളെ കളിപ്പിക്കലും നോക്കലും ഒക്കെ അവരാ. മുല കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്യുമെങ്കിലും മൂത്ത കുട്ടിയാണ്. അങ്ങനെ ഇവരെ കൂട്ടത്തിൽ ആടിനെ മേക്കാൻ പോയി. ഉമ്മ അയക്കൂലൊരിക്കലും കാണാതെ ആടിനെ മേക്കാൻ പോയി. അങ്ങനെ ആടിനെ മേക്കാൻ പോയി കുറെ കഴിഞ്ഞിട്ട് വെയിൽ ചൂടായിട്ടും കുട്ടീനെ കാണാത്തപ്പം അലിമാ ബീവി തിരിച്ചു. അപ്പൊ നല്ല വെയിലുണ്ട്, ചൂടുള്ള സമയമാണ്. ഈ മോളെ ഷൈമാനെ വഴക്ക് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, ഷൈമ എന്താ ഇത് ചെയ്യുന്നത്? ഈ ചുട്ടുപൊള്ളുന്ന ചൂടിലാണോ എൻ്റെ കുട്ടീനെയും കൊണ്ട് കിടക്കണേ എന്ന് പറഞ്ഞപ്പോൾ പറയാ, യാ ഉമ്മ ലാഹി, നിങ്ങൾ വേചാറാണ്ടമ്മ, വെയിലും ചൂടും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ സഹോദരന് അങ്ങനത്തെ ഒരു വെയിലും ഇല്ല. കുട്ടി എവിടെ നടക്കുമ്പോഴും കുട തോടിയതുപോലെ വട്ടത്തിലുള്ള ഒരു കാർമേഘം, നല്ല തണുപ്പുള്ള ഇളം കാറ്റും ഒരു കാർമേഘത്തിന്റെ കൊട പോലത്തെ തണലും കുട്ടി നടക്കുന്നിടത്തും നിൽക്കുന്നിടത്തുമുണ്ട്. അതുകൊണ്ട് വെയിലിന്റെ കാര്യം നിങ്ങൾ പേടിക്കണ്ട. അന്ന് തുടങ്ങിയിട്ട് നബുവത്ത് കിട്ടി നബിയാണെന്ന് മഷൂറാകുന്നത് വരെ ഈ സംഭവം നബി തങ്ങളുടെ ജീവിതത്തിൽ കാണാം. അതിന് പറയാം ഇർഹാസ് എന്ന. ശേഷം വരാൻ പോകുന്ന മഹത്തായ സ്ഥാനത്തിലേക്ക് സൂചന ചെയ്യാനുണ്ടാവുന്ന അസാധാരണ സംഭവങ്ങൾക്ക് മൊയ്സത്ത് എന്നല്ല പറയാ, ഇർഹാസ് എന്നാ. ഇതാ ഇർഹാസിൽപ്പെട്ടതാണ്. അത് ഇനി ഷാമിലേക്കുള്ള 2 or 3 യാത്രകൾ നബി തങ്ങൾ കച്ചവട യാത്ര നടത്തിയിട്ടുണ്ട് നബുവത്തിന് മുമ്പ്. അവിടെയൊക്കെയും ഇത് ദൃശ്യമായിരുന്നു. ആ കൂട്ടത്തിൽ തുടർന്ന് പറയാം നമുക്ക്. ഏതായാലും ആട്ടെ, അങ്ങനെ മറ്റൊരു ദിവസം ഈ ലംറത്ത്, ആ കുട്ടിക്ക് അപ്പോൾ 4 വയസ്സായിട്ടുണ്ടാവുമല്ലോ, ലംറത്തും അതുപോലെ തന്നെ നബി തങ്ങളും 2 കുട്ടികളും കൂടി ഉമ്മാനോട് പറയാതെ വീട്ടിന്റെ ബേക്ക് കൂടെ ഇങ്ങനെ നടന്ന് ആടുകൾ വേണ അടുത്ത് തന്നെയുള്ള ഒരു കുന്ന, ആ കുന്നിന്റെ താഴ്വരയിലെത്തി. പോയതും പറഞ്ഞിട്ടില്ല. താഴ്വരയിലെത്തിയപ്പോ നല്ല വെള്ള വസ്ത്രം ധരിച്ച 3 ആളുകൾ വന്നിട്ട്, ഈ കുട്ടികളുണ്ട് വേറെ ചെറിയ കുട്ടികളൊക്കെ,
റംറത്ത് ഉൾപ്പെടെ. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരാൾ വന്നിട്ട് കുട്ടി അങ്ങനെ വാരി എടുത്തിട്ട് കൊണ്ടുപോയി ഈ കുന്നിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കിടത്തി. രണ്ടാളപ്പുറം നിൽക്കുന്നുണ്ട്. അത് കണ്ടതോടുകൂടി റംറത്ത് ഓടി, വീട്ടിൽ താര തൊട്ട് ബാക്ക് തന്നെ ഓടി വന്നിട്ട് ഉമ്മാനെയും ഉപ്പാനെയും വിളിച്ചിട്ട് പറഞ്ഞു, അൽ ഖുറശി മഖ്തൂൽ, അതാ അവിടെ നമ്മളെ ഖുറൈശി ആയിരിക്കുന്ന സഹോദരൻ, അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അത് കേട്ട് ഉമ്മയും ബാപ്പയും കൂടി പേടിച്ച് ബേജാറായി ഓടി ചെന്നു നോക്കുമ്പോഴത്തേനെല്ലാം കഴിഞ്ഞിന്. കുട്ടി ഇങ്ങനെ മലർന്ന് കിടക്കുക. ചെറിയൊരു അമ്പരപ്പിന്റെ ഒരു വളർച്ചയുണ്ട് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല. ചെന്ന് ഭാര്യയെടുത്ത് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ഫിദാകാബി ഉമ്മി, എന്ത് പറ്റി മോനെ നിനക്ക്? ശാന്തനായിക്കൊണ്ട് പറഞ്ഞു, 3 ആളുകൾ വന്നു, ആയിപ്പെട്ട ഒരാൾ എന്നെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കിടത്തി, എന്നിട്ട് എൻ്റെ നെഞ്ഞ് ഈ തൊണ്ടക്കുഴിൻ്റെ തൊട്ട് താഴ്ന്ന് വിട്ടിട്ട് പൊക്കിള് വരെ കീറി. അപ്പൊ കുട്ടി കാണുന്നുണ്ട് കൃത്യമായിട്ട്, ബോധം കിട്ടിട്ടില്ല. എന്നിട്ട് എൻ്റെ കൽബ് പുറത്തെടുത്തു. അതിൽ നിന്നിട്ട് ഒരു കറുത്ത ചോരക്കട്ട എടുത്തൊഴിവാക്കുകയും ഒരു പാത്രത്തിൽ സംസം വെള്ളം കൊണ്ടുവന്ന് അതുകൊണ്ട് കഴുകി രണ്ടാമതും ആ സ്ഥാനത്ത് വെച്ച് അതിലെന്തോ ഒരു പാത്രത്തിൽ എന്തോ കൊണ്ടുവന്നുണ്ട് അതിലേക്ക് ഒഴിച്ച് ആ കീറിയ ആൾ എന്നെ കൈ കൊണ്ട് ഇങ്ങനെ തടകി മുറിവ് കൂടുകയും ചെയ്തു. പക്ഷേ പിൽക്കാലത്ത് മദീനയിലെ 10 കൊല്ലത്തെ ഹാദിമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് കേവലം മാനവിയല്ല, ബാഹ്യമായ ഫിസിക്കലി തന്നെയാണ്. കാരണം ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത് നബി തങ്ങളുടെ നെഞ്ഞിന്റെ ഈ തൊണ്ടക്കുഴിന്റെ ഈ കുണ്ട് തൊട്ടിട്ട് പൊക്കിള് വരെ മുറിപ്പെട്ട് തുന്നി കൂട്ടിയ അടയാളം കാണുമായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് അങ്ങനെയാണല്ലോ, ഓപ്പറേഷൻ ചെയ്താൽ മുറി കൂടിയാലും മുറിവിന്റെ അടയാളം ഉണ്ടാവും. അത് മദീനയിൽ നിന്ന് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ വഫാത്ത് വരെയും നബി തങ്ങളുടെ ആ നെഞ്ഞിൽ ആ അടയാളം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കുള്ള ഓപ്പറേഷൻ തന്നെയാണ് ഇത്. തമ്മീസിന്റെ പ്രായത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അള്ളാഹു തആല ചെയ്ത എന്താ സുരക്ഷിതത്വം? അള്ളാഹു തആല പറഞ്ഞല്ലോ, ഇത് തങ്ങൾക്ക് നിന്നും ശൈത്താന് ലഭിക്കേണ്ട വിഹിതമാണത്, വേണ്ട, പുറത്തു പോട്ടെ എന്ന് വെച്ചാൽ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത എല്ലാ വസ്തുക്കൾക്കും റഹ്മത്തായിട്ടാണ് തങ്ങളെ അയക്കപ്പെട്ടത്. അപ്പൊ ആ കൂട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഇബ്ലീസും പെടുവല്ലോ. ഇബ്ലീസിന് ആ റഹ്മത്ത് വേണ്ട, അതിനു വേണ്ടിയിട്ട് റഹ്മത്തുല്ലാവുന്ന തങ്ങള് ലോകത്തുള്ള സകല സൃഷ്ടികൾക്കും റഹ്മത്താണെങ്കിൽ ഇബ്ലീസിന് നിങ്ങളത് വേണ്ട. അപ്പൊ പിന്നെ ഒരു സംശയം ഉണ്ടാവും സ്വാഭാവികമായിട്ടും, അള്ളാഹ് പടക്കാഞ്ഞാ പോരെ, പടക്കാഞ്ഞാ അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സൃഷ്ടിപ്പ് പൂർണ്ണമല്ലാന്ന് വരൂലേ? അപൂർണമായ സൃഷ്ടിപ്പാകാൻ പാടില്ല, സൃഷ്ടിപ്പ് സമ്പൂർണം തന്നെ. പക്ഷേ അതിൽ ഒരു നിശ്ചിത വിധം ആവശ്യമില്ലാതെ വന്നു. എന്താണത്? ശൈത്താൻ ആ റഹ്മത്ത് വേണ്ട, എന്നാ പിന്നെ ആ ഭാഗം എടുത്തു കളഞ്ഞു. ഇതാണ് ഇപ്പൊ ആ ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശം. ബാക്കി ഇനി 3 ഓപ്പറേഷൻ സഹിയായ ഇതുകൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതിലൊന്നും എടുത്ത് പുറത്ത് കളയുന്നില്ല. ഈ ആദ്യത്തെ ഓപ്പറേഷനിൽ മാത്രമാണ് ഒരു കറുത്ത കഷ്ണം പുറത്തെടുത്ത് കളയുകയും എന്ന് ആ മലക്ക് പറയുകയും ചെയ്തത്. രണ്ടാമത് 10-ാം വയസ്സിൽ മക്കയിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തില്ല, ഈ കറുത്തൊരു ഭാഗം എടുത്തു കളഞ്ഞിട്ടില്ല, മറിച്ച് പുറത്തെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി പ്രത്യേകം ചില വസ്തുക്കൾ അതിൽ നിറച്ച് തൽസ്ഥാനത്ത് വെച്ച് മുറി കൂട്ടി. പിന്നീട് 40-ാം വയസ്സിൽ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ഇഖ്റ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവിടുത്തെ നെഞ്ഞു കീറി കൽബ് പുറത്തെടുത്ത് വീണ്ടും കഴുകി തൽസ്ഥാനത്ത് വെച്ചിട്ട് ആണ് ഖുർആൻ ഓതി കൊടുക്കുന്നത്. 4-മത് മിഅ്റാജ് ഇസ്രായിന് വേണ്ടി പോകാൻ ഉമ്മുഹാനി റളിയല്ലാഹു തആല അൻഹ വീട്ടിലായിരുന്നു അന്ന് രാത്രി താമസിച്ചിരുന്നത്. ഖദീജ വഫാത്തായതിനു ശേഷം അരിയാര മംഗള ഉമ്മുഹാനി. അങ്ങനെ ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി മസ്ജിദുൽ ഹറാമിൽ കൊണ്ടുവന്നു. ബൈനൽ ഹതീമി വസംസം, കഅബ ശരീഫിന്റെ വാതിലിന്റെയും സംസമിന്റെയും ഇടയിലുള്ള ഹതീം എന്ന് പറയുന്ന സ്ഥലത്ത് കിടത്തി വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം 4-മത് ഓപ്പറേഷൻ ചെയ്തു. വീണ്ടും സംസം വെള്ളം കൊണ്ട് തന്നെ കഴുകി തൽസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി. ഈ 4 പ്രാവശ്യം കഴുകാൻ ഉപയോഗിച്ച് സംസം വെള്ളമാണ്. അതുകൊണ്ടാണ്
ലോകത്തെ ഹൗലുൽ കൗസറിനേക്കാൾ മഹത്വമുള്ള വെള്ളമാണ് സംസം എന്ന് മുസ്ലിങ്ങൾ പറയുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ചങ്ങായിണ്ട് ഖുർആനും സുന്നത്തും ഒക്വാർഡ് സൊസൈറ്റി ആക്കി അതിൽ പെട്ടൊരു സാധു ഒരു മാഷ ആള് പറയുന്നുണ്ട്, എന്താ സംസം വെള്ളം ബാക്കി വെള്ളം പോലെ അല്ലാതെ എന്താ ഒരു പ്രത്യേകതയില്ല. എനിക്ക് കിട്ടിയാല് ഞാൻ കാഷ്ടിച്ചാ മനേൽക്കാൻ അതെന്നെ എടുക്കുക, മൂത്രയ്ക്കാകാനും അതെന്നെ എടുക്കുക, അല്ലാതെ എന്താ അതിന് പ്രത്യേകത? ലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് 4 പ്രാവശ്യം ഹൃദയം ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് 4 പ്രാവശ്യം സംസമാ. ഹൗലുൽ കൗസർ അള്ളാന്റെ ഹൗലുൽ കൗസർ ഈ മലക്കുകൾക്ക് ഇതിനേക്കാൾ മുന്തിയതാണെങ്കിൽ അത് കൊണ്ടുവന്നുകൊണ്ട് അതുകൊണ്ട് ശുദ്ധീകരിക്കാമായിരുന്നു ഇവിടുത്തെ കൽബ്. അപ്പൊ അള്ളാഹു പഠിച്ച ഏറ്റവും മഹത്തായ വെള്ളം ഇനി പറയും. നബി തങ്ങളുടെ മൊയ്ജിസത്തായ അവിടുത്തെ വിരലിന്റെ 2 വിരലിന്റെ ഇടയിലൂടെ വെള്ളം നിർഗളിക്കാറുണ്ട്. അതാണ് ഏറ്റവും മുന്തിയ വെള്ളം. പക്ഷെ അത് അപ്പോഴേ ഉള്ളൂ, പിന്നില്ല. അത് കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് ഈ സംസം വെള്ളമാണ്. സംസം വെള്ളത്തിന് ഒരുപാട് മഹത്വം ഒക്കെ പറഞ്ഞു പിന്നെ എന്ത് വിഷയം പോകും. ഒന്ന് ഇത് തന്നെ, ഹൗലുൽ കൗസറിനേക്കാളും മഹത്തരമായതുകൊണ്ടാണ് 4 പ്രാവശ്യം തങ്ങളുടെ കൽബ് കഴുകാൻ അത് ഉപയോഗിച്ചത്. മറ്റൊന്ന് ഇത് നബി തങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കപ്പെട്ടതാണ്. അബ്ദുൽ മുത്തലിബാണല്ലോ രണ്ടാമത് വിച്ചെടുത്തത്. അതിന്റെ പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ wudu ചെയ്ത് വായിൽ വെള്ളം കൊപ്പിളിച്ച് ആ wudu ചെയ്തതും വായിൽ വെള്ളം കൊപ്പിളിച്ചതുമായ വെള്ളം ഒരു ബക്കറ്റിലാക്കി ആ വെള്ളം സംസമിലേക്ക് ഒഴിക്കാൻ നബി തങ്ങൾ കൽപ്പിക്കുകയും ആ വെള്ളം അതിൽ ഒഴിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽ ഇന്നോളം സംസം വെള്ളം ഒരിക്കലും വറ്റിയിട്ടില്ല. അതുകൊണ്ട് സംസമിന്റെ ഏറ്റവും വലിയ മഹത്വം നബി തങ്ങൾ വായിക്കൊപ്പിളിച്ച ഉമിനീര് കലർന്ന വെള്ളത്തിന്റെ അവിടുത്തെ വുദൂവിന്റെ അവയവങ്ങൾ കഴുകിയ വെള്ളത്തിന്റെ അസറ് സംസമിൽ കൂടിയിട്ടുണ്ട് എന്നതാണ് സംസമിന്റെ ഏറ്റവും വലിയ മഹത്വം. മനസ്സിലാക്കണം. സംസം എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളമൊന്നുമല്ല. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് നിർഗളിച്ച വെള്ളം കഴിച്ചാൽ ഏറ്റവും മഹത്തായ വെള്ളമാണ് സംസം. ആ സംസം കൊണ്ടാണ് ഈ 4 പ്രാവശ്യവും കഴിയുക. ആട്ടെ, അത് കഴിഞ്ഞ് മുറിവ് കൂട്ടി പോന്നെങ്കിലും ഇവരൊന്നും ജാഹിലീങ്ങളാണല്ലോ. ഹലീമ ബീവി ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ അന്നൊന്നും ഇൽമില്ലല്ലോ. അവർക്കൊരു ധാരണ, ശൈത്താനും ജിന്നും വല്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കും. അപ്പൊ ഇവര് മനസ്സിലാക്കിയത് ഏതോ ഒരു ശൈത്താന്റെ ഉപദ്രവത്തിൽ പെട്ടുപോയതാ കുട്ടി. അപ്പൊ ഇനി കുട്ടിക്ക് എന്തെങ്കിലും മാനസികമായ തകരാറോ ശാരീരികമായ ബുദ്ധിമുട്ടോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. വേഗം വന്നിട്ട് അബൂ കബ്ഷ എന്ന് വിളിക്കുന്ന ഹാരിസ്, ഹലീമാബിന്റെ ഭർത്താവിന്റെ പേരതാണ്. അദ്ദേഹം ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. സഹാബാക്കളിൽപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ട റംറത്ത് ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മകൾ ഷൈമ ഇസ്ലാമതം സ്വീകരിച്ചിട്ടുണ്ട്. ഒക്കെ റെഡിയാ. അങ്ങനെ വാപ്പ പറഞ്ഞു, ഹലീമ നമ്മൾ ഇത്രയും മുത്തായ നിലക്ക് കൊണ്ടുവന്ന് ഖുറൈശി നേതാവാവുന്ന അബ്ദുൽ മുത്തലിബിന്റെ കുട്ടിയാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് വേഗം കൊണ്ടുപോയി കുട്ടീനെ തിരിച്ചേൽപ്പിക്കുക, ലക്ഷണങ്ങളൊന്നും പുറത്ത് കാണുന്നതിന് മുമ്പ് കയറും. അങ്ങനെ പോരുന്ന വഴിയിൽ വഴിമധ്യേ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു സംഘം ജൂതന്മാർ അതിൽ വരുന്നുണ്ട്. ജൂതന്മാരെടുക്കുന്ന വിധങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ വിവരമുണ്ട്. ഈ കുട്ടിയുടെ ലക്ഷണം കണ്ടപ്പോൾ അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ ചുറ്റും കൂടി കുട്ടീനെ അവർക്ക് കിട്ടണം. എന്തിനാ അല്ലാഹു ആലം. അങ്ങനെ ഹലീമ ബീവി പറയാണ്, ഞാൻ ഒരു ജീവൻ മരണ മല്ലിടൽ നടത്തിയിട്ടാണ് ആ കുട്ടീനെ അവരെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറഞ്ഞത്. അങ്ങനെ വന്നു, നാട്ടിലെത്തി. നേരെ ആമിന ബീവിന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇതാ അമ്മ, ഇപ്പൊ മക്കത്തുള്ള വബാ രോഗമൊക്കെ മാറിയാണ്. കുട്ടിയാണെങ്കിൽ കുറച്ചൊക്കെ വലിപ്പവും ആരോഗ്യമൊക്കെ ആയും ചെയ്താണ്. ഞങ്ങൾ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചു. ഇനി നിങ്ങൾക്ക് തിരിച്ചു തരലാണല്ലോ നല്ലത്. പറച്ചിൽ തന്നെ എന്തോന്ന്, എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണോ തോന്നുന്നു ഒരാൾ ചോദിക്കണമെങ്കിൽ തന്നെ അവനുണ്ട് എന്നാണല്ലോ. അപ്പൊ എന്തോന്നുണ്ട്. അവനെ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ പറയണോ ചോദിച്ചു. അല്ല, ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോടൊന്നും മറിച്ചേക്കണ്ട, എനിക്ക് അത് ബേജാറൊന്നുമില്ല. ആ കുട്ടീനെ പറ്റി എനിക്ക് കൃത്യമായി അറിയാം. ഈ കുട്ടി നിങ്ങൾ വിചാരിക്കുന്ന കുട്ടിയല്ല. അപ്പൊ അമിനാവിക്കും അറിയാം എല്ലാവരും ജിന്നൂടീന്ന് അല്ലെങ്കിൽ ഷെയ്ത്താൻ കൂടീന്നാ. നിങ്ങൾ പേടിച്ചോ, എൻ്റെ കുട്ടീൻ്റെ മേലിൽ ഷെയ്ത്താൻ്റെ വല്ല ഉപദ്രവമുണ്ട്. അപ്പൊ തുറന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഞങ്ങൾക്ക് പേടിയായി, വല്ല പിശാചിന്റെ ഉപദ്രവമായിട്ട് കുട്ടിക്ക് ഇനി വല്ല വിഷമം ഉണ്ടാണ്ടാൻ. ഉടനെ ആമിന ബീവി പറഞ്ഞു, വല്ലാഹി ലൈസ അലാ വലദി ലിശ്ശൈത്വാനി സബീൽ. നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ കുട്ടിനെ ഒന്നും ചെയ്യാൻ ഷെയ്ത്താന് കാണൂല, സാധിക്കൂല. ഞാൻ ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ സത്യമായി പുലരുകയാണെങ്കിൽ ലോകത്തിന്റെ നായകനും അന്ത്യപ്രവാചകനുമായി വരിക എൻ്റെ മോനായിരിക്കും.
നിങ്ങൾ സന്തോഷമായിട്ട് പോയിക്കോളി, എൻ്റെ കുട്ടിക്കൊന്നും വരില്ല എന്നും പറഞ്ഞു. അങ്ങനെ കുറച്ചു കാലം 2 കൊല്ലവും കൂടി ആമിന ബീവി പോറ്റി. അബ്ദുൽ മുത്തലിബ് അന്വേഷിക്കും, വിവരങ്ങളൊക്കെ പറയും, കാണും എന്നല്ലാതെ ഉമ്മു ഐമൻ ബീവിയും ആമിന ബീവിയും കൂടിയാണ് കുട്ടീനെ പോറ്റുന്നത്. 6 വയസ്സായപ്പോൾ കുട്ടിക്ക് നല്ല തമ്മീസിൻ്റെ അവസ്ഥ എത്തി. സാധാരണ 7 വയസ്സ് കഴിഞ്ഞ് 8-ാം വയസ്സിൽ ആ തമ്മീസിൻ്റെ പ്രായത്ത്, ഇത് 6-ാം വയസ്സിൽ തന്നെ നല്ല വിശേഷ ബുദ്ധിയും വിവേകവും എത്തിയിട്ടുണ്ട്. കുട്ടി ശരീരത്തിനും നല്ല ആരോഗ്യമുണ്ട്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് മദീനയിലൊന്ന് കൊണ്ടുപോയി ദാറുൻ നബവത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വാപ്പയുടെ ഖബറെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കാലോ. മോനെ, എൻ്റെ വാപ്പ ഇതാണെന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മോനെ, നമ്മളെ വാപ്പ വടയാണ് മരവിട്ട് കിടക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാലോ എന്നുള്ളവർക്ക് ആമിന ബീവിയും ഉമ്മൈമൻ ബീവിയും കൂടി ഒരൊട്ടകപ്പുറത്ത് കുട്ടിനെയും കൂട്ടി മദീനയിൽ പോയി. അങ്ങനെ മദീനയിൽ പോയി 1 മാസക്കാലം അവിടെ താമസിച്ചു. പനുന്നച്ചാറുകാരുടെ കൂട്ടത്തിൽ അമ്മാവന്മാരാണല്ലോ അവിടെ കൂട്ടത്തിൽ താമസിച്ചു. അന്നുണ്ടായിരുന്നു അവിടെ ഒരു പെൺകുട്ടി കൂടെ കളിക്കാൻ. അവരെ പറ്റി പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സംസാരിക്കാറുണ്ട്. പിന്നീട് ഹിജറയ്ക്ക് ശേഷം താൻ താമസിച്ച സ്ഥലവും അവിടെ ഉണ്ട് ഒരു കുളം. ഈ കുളത്തിൽ വെച്ചാണ് ഞാൻ അന്ന് ഉമ്മയുടെ കൂടെ വന്ന സമയത്ത് നീന്തം പഠിച്ചത് എന്നും പറയുകയും ഉപ്പയുടെ ഖബർ കണ്ട വർത്താനം ഒക്കെ പറയും. അതിപ്പോൾ ഇവിടെ പൊളിച്ചു കളഞ്ഞിട്ടുള്ളൂ ഖബർ, അടുത്ത കാലത്ത് സൗദി ഗവൺമെന്റ് ആട്ടെ. അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് കുടുംബങ്ങളെയൊക്കെ കണ്ട് 1 മാസം കഴിഞ്ഞ് മദീനയിലേക്ക്, ഇന്ന് മക്കയിലേക്ക് തിരിച്ചു വരും. അവർ തന്നെ ഉള്ളൂ. അങ്ങനെ പോരുന്ന സമയത്ത് ബദർ കഴിഞ്ഞ് കുറച്ചിപ്പുറെത്തിയാൽ അബവാ എന്ന സ്ഥലമുണ്ട്. ഇപ്പത്തെ റൂട്ട് ആയിക്കൂടെ നേരിട്ട് വരൂല. ഇപ്പത്തെ റൂട്ടിൽ പോയാൽ 32 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകണം. പഴയ റൂട്ടായതില്ലേ. അങ്ങനെ വഴിമധ്യേ അബവാ, വദ്ദാൻ എന്നും പറയാം പ്രദേശത്തിന്. വദ്ദാൻ പ്രദേശത്തുള്ള ഒരു ഗ്രാമമാണ് അബവാ എന്നത്. അവിടെ എത്തിയപ്പോൾ അവിടെ നല്ലൊരു ഗ്രാമമാണ്, ആളുകൾ തിങ്ങി താമസിക്കുന്ന പ്രദേശം. ആമിന ബീവി രോഗിയായി, കഠിനമായ പനിയുണ്ട്, യാത്ര തുടരാൻ പറ്റാതെയായപ്പോൾ വദ്ദാനിലെ അബവായിൽ തൽക്കാലം വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. രോഗം മൂർച്ഛിച്ചു. കഠിനമായ രോഗത്തിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ആമിന ബീവിക്ക് തന്നെ ബോധ്യപ്പെട്ടു. ആ സമയത്ത് ശരിക്ക് തമ്മീസായ 6 വയസ്സായിട്ടുള്ള തമ്മീസായ കുട്ടി ദുഃഖത്തോടു കൂടി, സങ്കടത്തോടു കൂടി ഉമ്മന്റെ തൊട്ട് പരിസരത്ത് തന്നെയുണ്ട്. ഉമ്മ കിടക്കുന്ന കിടത്തത്തിൽ അവശയാണെങ്കിലും അടുത്ത് വിളിച്ചുകൊണ്ട് ഉമ്മ പറയാണ്, ബാറക്കല്ലാഹു ഫീക മിൻ ഗുലാമി യബ്നല്ലദി മിൻ ഹൗമത്തിൽ ഹിമാമി നജാ ബിഔനിൽ മലികിൽ മിൻആമി ഫുദീഖദാത്തൽ ലർബി ബിസ്സിഹാമി ബിബിഅത്തിൻ മിൻ ഇബ്ലിൻ സവാമി ഇൻ സഹ മാ അബ്സർതു ഫിൽ മാനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ ആനാമി മിൻ ഇന്ദിൽ ജലാലി വൽ ഇക്റാമി തുബഅസു ഫിൽ ഹല്ലി വഫിൽ ഹാറാമി തുബഅസു ഫിൽ തഹഖീഖി വൽ ഇസ്ലാമി ദീനി അബീകൽ ബർരി ഇബ്രാഹിമി ഫല്ലാഹി അൻഹാക അനിൽ ഇസ്ലാമി അല്ലാ തുവാലിഹാ മഅൽ അഖ്വാമി. മരിക്കാൻ കിടക്കുന്ന മരണശയ്യയിൽ ആമിന ബീവി വസിയത്തായി മോനോട് പറയാണ്, തബാറക്കല്ലാഹു ഫീക ബാറക്കല്ലാഹു ഫീക മിൻ ഗുലാം, എൻ്റെ പൊന്നുമോനെ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹിമാമി, പരിശുദ്ധമായ ഹറമിൻ്റെ കൈകാര്യകർത്താക്കളാവുന്ന അബ്ദുള്ള എന്നവരുടെയും അബ്ദുൽ മുത്തലിബിൻ്റെയും പൊന്നുമോനാവുന്ന മോനെ അല്ലാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ. നജാ, ആ വാപ്പ രക്ഷപ്പെട്ടത് മോനെ ബിഔനിൽ മലിക്കിൽ മിൻആമി, കണക്കില്ലാതെ അനുഗ്രഹം ചെയ്യുന്ന രാജാവായ തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഫൂദി വദാത്തുൽ ലർബി ബിസ്സിഹാമി ബിമിഅത്തിൻ മിൻ ഇബ്ലിൻ സവാമി, മോനെ ഹുബുലിന്റെ അരികെ വെച്ച് അവര് നറുക്കെടുത്ത് 100 ഒട്ടകം കൊടുത്ത് ഒട്ടകത്തെ അറുത്ത് വാപ്പയെ അറിവിൽ നിന്നിട്ട് മോചിപ്പിച്ച അല്ലാഹു മിൻ ഇന്ദിൽ ജലാലി വൽ ഇക്റാമി, മഹത്വവും ഔദാര്യവാനുമാവും മഹത്വമുടയവനും ഔദാര്യവാനുമായിരിക്കുന്ന റബ്ബിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 100 ഒട്ടകം ഫിദിയാക്കി വാപ്പയെ മോചിപ്പിച്ച മോൻ, ബാപ്പാന്റെ മോനെ ഫഅൻത മബ്ഊസുൻ ഇലൽ അനാമി, മനുഷ്യരിലേക്ക് മൊത്തമായി എൻ്റെ പൊന്നുമോൻ
റസൂലായി നിയോഗിക്കപ്പെടും. തുബഅസു ഫിൽ തഹഖീഖി വൽ ഇസ്ലാമി, സത്യം കൊണ്ടും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്താവുന്ന ഇസ്ലാം കൊണ്ടും നിന്നെ ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി അയക്കപ്പെടും. തുബഅസു ഫിൽ ഹല്ലി വഫിൽ ഹറാമി, ഹറമിലും ഹറമല്ലാത്ത പ്രദേശവുമാവുന്ന ലോകത്ത് മുഴുവനും മോനെ നീ റസൂലായി അയക്കപ്പെടും. ദീനി അബീക്കൽ ബർരി അബ്രഹാമി, നമ്മുടെ പൂർവ്വപിതാവ് അബ്രഹാം അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പരിശുദ്ധ ദീനാവുന്ന ഇസ്ലാം കൊണ്ട് പൊന്നുമോനെ നിന്നെയായിരിക്കും നിയോഗിക്കപ്പെടുക. അതുകൊണ്ട് ഫല്ലാഹി, അല്ല സത്യം, അൻഹാക്ക പൊന്നുമോനെ നിന്നോട് ഞാൻ വിരോധിക്കുന്നു, അനിൽ അസ്നാമി, നമ്മളെ നാട്ടിൽ വ്യാപകമായി ബിംബങ്ങൾക്ക് പൂജ അർപ്പിക്കപ്പെടുന്നുണ്ട്, എൻ്റെ മോൻ അതിൽ പെട്ടുപോകരുതേ എന്ന് ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് വിരോധിക്കുന്നു. അല്ലാ തുവാലിഹ മഅൽ അഖ്വാമി, നമ്മളെ നാട്ടുകാർ ജാഹിലീങ്ങളാണ്, വിവരമില്ലാത്തവരാണ്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട് ആ ബിംബങ്ങളെ പൂജിക്കാനും അതിനെ ഇലാഹും റബ്ബുമായി ആചരിക്കാനും എൻ്റെ മോൻ പോകരുതേ എന്ന് ഞാൻ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് മോനെ ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് സുമഖാലത്ത് കുല്ലു ഹയ്യിൻ മയ്യിത്ത്, ഞാൻ എന്നല്ല ആർക്കൊക്കെ ഈ ലോകത്ത് ജീവൻ ലഭിച്ചോ അവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചേ പറ്റൂ. വകുല്ലു ജദീദിൻ ബലൽ, ഏത് പുതിയതും ദ്രവിച്ച് പഴകിപ്പോകും. വകുല്ലു കബീരിൻ യഫ്നാ, മൂത്തതെല്ലാം നശിച്ചു പോകും. വഅന മയ്യിത്ത, ഞാൻ ഇതാ മരിക്കാൻ പോകുന്നു. പക്ഷേ ഞാൻ മരിച്ചാലും വദിക്രിയ ബാഖ്, ലോകം നിലനിൽക്കുന്ന കാലത്തോളം ഈ പാവപ്പെട്ട ആമിനയെ പറ്റി ലോകം അനുസ്മരിച്ചു കൊണ്ടിരിക്കും. നോക്കണം അവർ പറയുന്ന പ്രസംഗം, വദിക്രിയ ബാഖ്, ഞാൻ പോകുന്നു, പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള സുന്ദരമായ അനുസ്മരണങ്ങൾ ലോകം അവസാനിക്കുന്നത് വരെ ഈ ലോകത്ത് നിൽക്കും. വഖദ് തറക്തു ഖൈറ വവലത്തു തുഹ്റ, ഞാൻ ഏറ്റവും ഉത്തമനായ ഒരു പൊന്നോമന മോനെ ഈ ലോകത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. അത് സമ്പൂർണ്ണ വിശുദ്ധിയുടെ പുത്രനാണ് എന്ന് പറയുകയും അവർ മരണപ്പെടുകയും ചെയ്തു. ഈ ആമിനാബീവിനെ പറ്റി അന്ന് അരങ്ങത്തിലാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അന്ന് 3000 കൊല്ലായിട്ട് അമ്പിയാക്കൾ മുർസലീങ്ങൾ ഇല്ലാതെ ഫത്രത്താണ്. ഫത്രത്തിന്റെ ആളുകാരെ സൃഷ്ടിക്കൂല എന്നുള്ള പറഞ്ഞു. എന്നിട്ട് ഫത്രത്താണെങ്കിലും തൗഹീദിൽ വിശ്വസിക്കുകയും ഇബ്രാഹിമി മില്ലത്തൊരു സത്യമുണ്ടെന്നും ആ സത്യം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും ആ സത്യദീന് കൊണ്ട് അയക്കപ്പെടുന്ന മോഹനാണ് എൻ്റെ മോന് എന്നും ആ അയക്കപ്പെടുന്ന അന്ത്യപ്രവാചകനാണെന്നും അടിയുറച്ച് വിശ്വസിക്കുകയും കുട്ടി എന്ന നിനക്ക് വിവരമില്ലാതെ നാട്ടുകാർ ശിർക്ക് എന്ന് കണ്ടാൽ അക്കൂട്ടത്തിൽ പോയി പോകരുതേ എന്ന് വസിയത്ത് പറയുകയും ചെയ്തുകൊണ്ട് ഈ ലോകത്തിന് നിർണ്ണയിക്കുമായി ആമിന ബീവി റളിയല്ലാഹു തആല അൻഹാ ഇഹലോകവാസം വെടിഞ്ഞു. കരൾ പൊട്ടുമാർ സങ്കടപ്പെട്ട് കരഞ്ഞു. കുട്ടിയല്ലേ, വിവേകത്യം ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം വന്നിട്ടുണ്ട്. പിന്നീട് ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പും മക്കം ഫതഹിന്റെ ശേഷവും അവിടെ സിയാറത്തിന് പോയ സമയത്തൊക്കെയും സ്വന്തം മുന്നിൽ വെച്ചൊരു ഉമ്മ മരണപ്പെടുമ്പോഴുണ്ടാകുന്ന സങ്കടം എത്രയാണോ അതേ രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും വദ്ദാനിലേക്ക്, വസുവത്ത് വദ്ദാൻ എന്ന ബദറിന്റെ മുമ്പ് സംഭവമുണ്ട്. ചരിത്രം പറയുമ്പോൾ കാണാം വസുവത്ത് വദ്ദാൻ. ഈ വദ്ദാൻ എന്ന് പറഞ്ഞാൽ അപവാദം തന്നെ. ആ സമയത്ത് പട്ടാളക്കാരാവുന്ന സഹാബത്തിനെ തൊട്ടിപ്പുറത്ത് നിർത്തിയിട്ട് അപ്പുറത്ത് അവിടെ കുന്നിന്റെ മുകളിലാണ് ഖബർസ്ഥാൻ. ഇപ്പോഴും പോയാൽ കാണാം, പക്ഷെ അവിടെ ആളെ പോരാക്കൂല. ഞങ്ങൾ പോയി സലന്റെ ടൈമിൽ മൊത്തം ഉണ്ടാവില്ല എന്നുള്ള ആൾക്ക് സലന്റെ ടൈമിൽ കുറച്ച് ദൂരെ വണ്ടി നിർത്തിയിട്ട് അങ്ങേപ്പുറത്ത് കൂടെ കയറി മോറിപ്പോയി. മലന്റെ മുകളിലാണ് ഖബർസ്ഥാൻ. അവിടെയാണ് മഹദിയായിരിക്കുന്ന ആമിന ബീവി റളിയല്ലാഹു തആല അൻഹ അന്ത്യവിശ്രമം കൊടുക്കുന്നത്. അവിടെ ഇവരെ ദൂരെ നിർത്തിയിട്ട് നബി തങ്ങൾ അവിടെ പോയി ആ ഖബറിന്റെ അരികെ ദീർഘനേരം ഇരുന്നു. പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടിട്ട് സഹാബാക്കൾ കൂട്ടത്തിൽ കരഞ്ഞുപോയി. കാരണം അന്നത്തെ ആ അവസ്ഥ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ചുരുക്കത്തിലാട്ടെ, അത് കഴിഞ്ഞ് പിന്നെ കൂടെ ആരാളുള്ളത്? ഉമ്മൈമൻ മാത്രമാണ്. ആ ഉമ്മൈമൻ പൊന്നുപോലെ കുട്ടിയെ കൂട്ടി നേരെ മക്കയിൽ ഉപ്പാപ്പയാവുന്ന അബ്ദുൽ മുത്തലിബ് തങ്ങളെ അമാനത്ത് തിരിച്ചേൽപ്പിച്ചു. അങ്ങനെ 6ാമത്തെ വയസ്സ് മുതൽ 8ാമത്തെ വയസ്സ് വരെ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നത്. വിശദീകരണം ഇന്ന് പിന്നെ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതിലേക്ക് ചെറിയ സൂചന എന്നുള്ള ആൾക്ക് കുറച്ചധികം സമയം ആമുഖം നീണ്ടുപോയി. ഇനി
അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് ഒതുങ്ങി നിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിയുന്നത്ര നമുക്ക് പറയാൻ പറ്റുന്നിടത്തോളം ചുരുക്കി പറഞ്ഞു പോകണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.